നുണ രാജ്യം ഭരിക്കുമ്പോൾ സത്യം സെൻസർ ചെയ്യപ്പെടും. എം സ്വരാജിൻ്റെ പുതിയ വാക്കുകളാണ്. വളരെ പ്രസക്തിയുള്ള വാക്കുകളാണ്. ഓക്കെ, കാരണം നുണ രാജ്യം ഭരിക്കാനത്ത് എല്ലാ കാര്യങ്ങളും സെൻസർ ചെയ്യപ്പെടും. കാരണം അതുകൊണ്ടാണല്ലോ ചൈനയിലെ എല്ലാ കാര്യങ്ങളും തന്നെ ഇൻ്റർനെറ്റ് പോലും സെൻസർഷിപ്പ് ആക്കിയിട്ടേക്കുന്നത്. കാരണം അവർ പറയുന്ന കണക്ക് മാത്രമേ ചെയ്യാവൂ. ജനങ്ങൾ അവിടുത്തെ അടിമകളെ പോലെ കഴിയുന്നു. അതാണല്ലോ. അപ്പോൾ നുണയാണ് അവിടെ ഭരിക്കുന്നത് എന്നുള്ളത് സ്വരാജിന് തന്നെ മനസ്സിലായതിൽ വളരെ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണല്ലോ ഇത് സെൻസർ ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ സ്വരാജ് ഈ പറഞ്ഞേക്കുന്ന യഥാർത്ഥമായിട്ട് നമ്മുടെ എമ്പുരാനെ ഉദ്ദേശിച്ചാണെന്നുണ്ടെങ്കിൽ എമ്പുരാനിൽ എവരാരും പോയി കൊണ്ടുപോടാ സെൻസർ ചെയ്യാമെന്ന് പറഞ്ഞ് ആരും പിടിച്ചില്ല. സെൻസർഷിപ്പിന് പോയിട്ട് പുറത്തു വന്ന പതിപ്പാണ് ഉള്ളത് തന്നെ. കേട്ട സ്വരാജേ. അപ്പോൾ സ്വരാജ് മനസ്സിലാക്കേണ്ടത് ഇവരിപ്പോൾ അങ്ങോട്ട് പോയി കിടന്ന് അയ്യോ കട്ട് ചെയ്യണേ എന്ന് പറഞ്ഞ് വേളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ മാർക്കറ്റിംഗ് തന്ത്രമാവാം, എന്ത് വേണമെങ്കിലും ആവാം. പിന്നെ ഈ DYFI പിന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇതെങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കണം. കാരണം എന്ന് വെച്ചാൽ നാളെ മറ്റേ ആശാ വർക്കർമാർ മുടി മുറിച്ച സമരമുണ്ടേ. അപ്പം അതവന്മാർക്ക് നല്ലോണം കൊള്ളുന്നുണ്ട്. അവരെ അതിൽ നിന്ന് എങ്ങനെ ഇതിനെ മാറ്റിക്കൊണ്ട് പോകാമെന്നുള്ളത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണക്കുള്ള ചില കുലംകുത്തി സംഭവങ്ങൾ പറഞ്ഞാലേ സ്വരാജിനൊക്കെ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഇലക്ഷന് മറ്റിടത്ത് പോയി നിലമ്പൂർ ഇലക്ഷന് മത്സരിക്കാനൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ മറ്റേ അയാൾ മാറിയപ്പോഴത്തേക്ക്. അപ്പോൾ ഇത് കണക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്ന് സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കിട്ടൂ. ഇപ്പം ഇപ്പോൾ കയ്യാലെ പ്രവർത്തിക്കുന്ന തേങ്ങ പോലെ ഇരിക്കുന്ന സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞ് സ്ഥലേ പറ്റത്തുള്ളൂ സ്വരാജിന്. അപ്പോൾ സ്വരാജ് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോഴും പറയാനുള്ളത് സെൻസർഷിപ്പ് അവരാരും ആവശ്യപ്പെട്ടല്ല. സിനിമാക്കാർ ഇങ്ങോട്ട് വന്ന് കാല് പിടിക്കണം, അയ്യോ മുറിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നുണകൾ പടച്ചു വിടുന്ന അല്ലെങ്കിൽ നുണകൾ പറയാനും തിന്നാനും വേണ്ടി മാത്രം വാറക്കുന്ന സ്വരാജിന് എല്ലാവിധ അഭിവാദ്യങ്ങളും. മറ്റിടത്ത് സീറ്റ് കിട്ടട്ടെ എന്നുള്ള തോക്ക് മതർപ്പാണ്, അത് വേറെ കാര്യം. തോക്ക് പണ്ടാരുടങ്ങുന്നുള്ള വേറെ കാര്യം. പക്ഷേ സീറ്റെങ്കിലും കിട്ടട്ടെ അവിടെ എന്നുള്ളത് ആശംസിക്കുന്നു. ബൈ.